അതിൽ പ്രധാനമായിട്ടും കേസ് നിയമത്തിൽ സംസ്ഥാന സർക്കാരിന് ചട്ടം 7 നിന്നും ഒഴിവുകൾ നൽകുവാൻ അധികാരമുണ്ട്. സംസ്ഥാന സർക്കാരിന് ചട്ടം 7 നിന്നും ഒഴിവുകൾ നൽകാൻ അധികാരമുണ്ട്. എന്താണ് 7 നിന്നും ഒഴിവുകൾ? ഡിവൈഎസ്പി തന്നെ അന്വേഷിക്കണമെന്ന് പറയുന്ന കേസിൽ ഡിവൈഎസ്പിക്ക് താഴെയുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചാലും കുഴപ്പമില്ല എന്ന് പറയുന്നതാണ് ഒഴിവുകൾ നൽകുക. അപ്പോൾ നമ്മൾ പറഞ്ഞത് SC/ST ആക്ടിൻ്റെ ചട്ടം 7. ചട്ടം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നിയമം നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളാണ് ചട്ടം, അല്ലെങ്കിൽ നടപടിക്രമങ്ങളാണ് ചട്ടം എന്ന് പറയുന്നത്. സംസ്ഥാന സർക്കാരിന് മേൽ ചട്ടം 7 നിന്നും ഒഴിവുകൾ നൽകുവാൻ അധികാരമുള്ളതാണ്. മേലിൽ 7 ചട്ടം പറഞ്ഞ എന്താണ്? ഡിവൈഎസ്പിയുടെ റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനാണ് കേസ് അന്വേഷിക്കേണ്ടത് എന്നാണ് 7 പറഞ്ഞത്. അതിൽ നിന്ന് അല്പസ്വല്പം ഇളവുകളൊക്കെ കൊടുക്കാം. അന്വേഷണം നടത്തപ്പെടാതിരുന്നാൽ, അതും പോലീസ് ഡെപ്യൂട്ടി സൂപ്രണ്ടിൽ കുറയാത്ത റാങ്കുള്ള ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷിക്കേണ്ടത്, അതിന് താഴെയുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചാലും ഡെപ്യൂട്ടി സൂപ്രണ്ടിൻ്റെ അധികാരവും മുദ്രയൊക്കെ വെച്ചാൽ അത് നിലനിൽക്കുന്നതാണ്, വാലിഡാണ്. അടുത്തത് സംസ്ഥാന ക്രിമിനൽ നടപടിക്രമം 1973 465 വകുപ്പ് 465 പ്രകാരം നോട്ടീസ് നൽകിയതിന് ശേഷം ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് തസ്തികയിൽ താഴെയുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചാലും നിലനിൽക്കുന്നതാണ്. ഇത് നമ്മൾ കേസ് മുന്നേ പറഞ്ഞപ്പോൾ, വകുപ്പ് മുന്നേ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞൊരു കേസ് ലോയാണ്. ബീഹാർ സംസ്ഥാനം വേഴ്സസ് അനിൽകുമാർ എന്ന കേസിലാണ് പറഞ്ഞത്. ഡിവൈഎസ്പി അന്വേഷിക്കേണ്ട കേസ് ഡിവൈഎസ്പിയുടെ നോട്ടീസോടുകൂടി അതിന് താഴെയുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചാലും വാലിഡാണ്, നിലനിൽക്കുന്നതാണ് എന്ന് പറഞ്ഞു. അടുത്ത കേസിലോ, നിയമത്തിന് കീഴിൽ വരുന്ന കുറ്റങ്ങൾ ഒരു പോലീസ് ഡെപ്യൂട്ടി സൂപ്രണ്ടിന്റെ റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്നും അത് സംസ്ഥാന സർക്കാർ, പോലീസ് ഡയറക്ടർ ജനറൽ എന്നിവരിൽ ആരെങ്കിലും നിയമിക്കേണ്ടതാണെന്നും അപ്രകാരം നിയമിക്കപ്പെട്ട ആളുടെ അധികാരങ്ങൾ അല്ലെങ്കിൽ ജോലികൾ അയാൾക്ക് പകരം മറ്റൊരാളെ ചുമതലപ്പെടുത്താനാവില്ല എന്നും അതുപോലെ തന്നെ മറ്റൊരു ഉദ്യോഗസ്ഥന്റെ സ്ഥാനത്ത് നിയമിക്കാൻ പാടില്ലാത്തതാകുന്നുവെന്നും സുകുമാരൻ സുഗു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന കേസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഡെപ്യൂട്ടി സൂപ്രണ്ട് അന്വേഷിക്കണമെന്ന് പറയുന്ന നിയമത്തിൽ പരസ്പരം വിരുദ്ധങ്ങളായ വിധി കേരള ഹൈക്കോടതിയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരു വിഷയത്തിൽ ഹൈക്കോടതിയും സുപ്രീം കോടതിയും വ്യത്യസ്തങ്ങളായ വിധികളാണ് പറയുന്നതെങ്കിൽ സുപ്രീം കോടതി പറയുന്ന വിധിയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഇപ്പം നിലനിൽക്കുന്ന രീതി ഡെപ്യൂട്ടി സൂപ്രണ്ടിന്റെ റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്നുള്ളതിന് എന്താണ് ഇപ്പം ചെയ്യുന്നത്? ഡെപ്യൂട്ടി സൂപ്രണ്ടിന്റെ റാങ്കിൽ കുറഞ്ഞ ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചാലും ഡെപ്യൂട്ടി സൂപ്രണ്ട് ഒപ്പിട്ട് എന്ത് ചെയ്യും? അദ്ദേഹത്തിൻ്റെ സീലിംഗ് വെച്ച് അങ്ങ് ഫോർവേഡ് ചെയ്യും. അതോടുകൂടി അന്വേഷിച്ചത് ഡിവൈഎസ്പി ആണ് എന്ന് എന്ത് ചെയ്യും? വരുത്തപ്പെടും. ഇങ്ങനെ അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചാൽ ആ കേസ് പൊളിഞ്ഞു. കാരണം കോടതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ട് കൂട്ടിൽ കയറുന്നത് ഡെപ്യൂട്ടി സൂപ്രണ്ടായി. അദ്ദേഹം നേരിട്ട് അന്വേഷിക്കാത്ത കേസാണെങ്കിൽ ക്രോസ് എക്സാമിനേഷനിൽ ആ കേസ് തകർന്ന് തരിപ്പണമായി. അതുകൊണ്ടാണ് SC/ST ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകൾ ബഹുഭൂരിപക്ഷം ശിക്ഷിക്കാത്തത്. വാളയാർ കേസ് പോലും ശിക്ഷിച്ചില്ല. പോക്സോയാണ് ചാർജ് ചെയ്തത്, കൊലപാതകവും ഉണ്ടായിരുന്നു, എന്നിട്ടും ആ കേസ് ശിക്ഷിച്ചില്ല. അത് സാക്ഷിമൊഴികളുടെയും തെളിവുകളുടെയും അഭാവമാണ്.
നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് കൂടുതലും ഈ കേസ് എടുത്തിട്ടും എന്തുകൊണ്ട് ശിക്ഷിക്കുന്നില്ല, അതിനൊരു പരിഹാരം കാണുന്നതിന് വേണ്ടിയും സാക്ഷിമൊഴികൾ കൃത്യമാകുന്നതിന് വേണ്ടിയും ലൂപ്പ് ഹോളുകളില്ലാതെ പരാതി എഴുതുന്നതിന് വേണ്ടിയുമാണ് ഈ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഒരേ വിഷയത്തിൽ DYSP അന്വേഷിക്കണമെന്നുള്ളതിൽ വ്യത്യസ്തങ്ങളായ അഭിപ്രായം വ്യത്യസ്തങ്ങളായ ഹൈക്കോടതികൾക്കുണ്ട്. ഓക്കെ, അടുത്തത് ക്രിമിനൽ നടപടിക്രമം 1974 രണ്ടാം നിയമം വകുപ്പ് 193 വകുപ്പ് 3 പ്രകാരം കുറ്റം ചട്ടം 7 പ്രകാരം അന്വേഷണം നടത്തേണ്ടത് നിർണയിക്കപ്പെട്ട റാങ്കുള്ള ഓഫീസറുടെ എന്നാൽ സാധാരണയുള്ള അന്വേഷണ സംവിധാനത്തിലുമാണ്. പ്രത്യേക ജഡ്ജി നേരിട്ട് വിചാരണ ചെയ്യപ്പെടുന്നത്. വിചാരണയ്ക്കായി കേസ് സമർപ്പിക്കാതെ വിചാരണ നടപടികൾ ദുർബലപ്പെടുത്തും. അപ്പോൾ സാധാരണഗതിയിൽ ഒരു കേസ് FIR ഇട്ടാൽ 90 ദിവസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി 173 റിപ്പോർട്ട് അല്ലെങ്കിൽ കുറ്റപത്രം കൊടുക്കേണ്ടതാണ്. അങ്ങനെ കുറ്റപത്രം 90 ദിവസത്തിനകം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടയാൾക്ക് നിരുപാധികം ജാമ്യം അനുവദിക്കുന്നതാണ്. ദിലീപിൻ്റെ കേസ് നിങ്ങൾ ശ്രദ്ധിച്ചുക. 86ാമത്തെ ദിവസം ദിലീപിന് ജാമ്യം കിട്ടി. കാരണം എന്താ? കുറ്റപത്രം 90 ദിവസം കൊണ്ട് സമർപ്പിക്കാൻ പറ്റില്ല എന്ന് പ്രോസിക്യൂഷൻ, അതായത് പോലീസ് വക്കീൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പറഞ്ഞു. 4 ദിവസം കൊണ്ട് സമർപ്പിക്കാൻ പറ്റുമോ? അതും പറ്റില്ല. ആ സാഹചര്യത്തിൽ ദിലീപിൻ്റെ കേസിൽ ജാമ്യം കിട്ടി. അതുപോലെ SC/ST ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ഒരു കേസിൽ 90 ദിവസം കൊണ്ട് കുറ്റപത്രം സമർപ്പിക്കാൻ പ്രോസിക്യൂഷന് പോലീസിന് കഴിഞ്ഞില്ലെങ്കിൽ ഉപാധിയോടുകൂടി ജാമ്യം കിട്ടും. രണ്ടാമതെന്താണ്? 90 ദിവസം കഴിഞ്ഞും സമയമെടുക്കുന്നുവെങ്കിൽ പ്രോസിക്യൂഷൻ്റെ നടപടികളെ അത് സാരമായി ബാധിക്കും. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്? പ്രധാനമായി 90 ദിവസത്തിനകം തന്നെ കുറ്റപത്രം സമർപ്പിക്കുന്നതിനുള്ള സമ്മർദ്ദമുണ്ടാകണം. 2, അതിനുവേണ്ടിയുള്ള എവിഡൻസ് നമ്മുടെ ഭാഗത്തു നിന്ന് കൊടുക്കണം. വിറ്റ്നസിൻ്റെ ഭാഗത്തു നിന്ന് കൊടുക്കണം, ഇരയുടെ ഭാഗത്തു നിന്ന് കൊടുക്കണം. അന്വേഷണമായി സഹകരിക്കാത്തവരുമുണ്ട്, അന്വേഷണമായി പൂർണ്ണമായി സഹകരിക്കണം. ഓക്കെ, അപ്പോൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടത് ഈ കേസാണ്. ഏതാണ്? പ്രത്യേക ജഡ്ജി നേരിട്ട് വിചാരണ ചെയ്യപ്പെടുന്ന കേസുകളിൽ വിചാരണയ്ക്കായി കുറ്റപത്രം സമർപ്പിക്കാത്തത് വിചാരണ നടപടികളെ ദുർബലപ്പെടുത്തും. അപ്പോൾ കുറ്റപത്രം സമയത്തിന് സമർപ്പിക്കുന്നതിനുള്ള സമ്മർദ്ദം ഉണ്ടാകണം. അതിന് രാഷ്ട്രീയമായോ സാമുദായികമായോ സംഘടനാപരമായോ ഉള്ള സമ്മർദ്ദം ചെലുത്തണം. അടുത്തത് കുറ്റപത്രം റദ്ദാക്കൽ. 173 റിപ്പോർട്ട് പ്രകാരം ഒരു കുറ്റപത്രം സമർപ്പിച്ചാൽ അത് റദ്ദാക്കാൻ കഴിയുമോ? നോക്കൂ, യോഗ്യനല്ലാത്ത ഓഫീസർ തയ്യാറാക്കപ്പെട്ട കുറ്റപത്രം റദ്ദാക്കപ്പെടേണ്ടതാണ്. പ്രത്യേക നിയമസഭാ ഉദ്ദേശം കണക്കിലെടുത്ത് മുഴുവൻ നടപടികളും റദ്ദാക്കപ്പെടാവുന്നതല്ല. പിന്നെന്ത് ചെയ്യും? അന്വേഷണ സംവിധാനത്തിന് അന്വേഷണം തുടരുവാൻ നിർദ്ദേശം നൽകപ്പെടുകയും അത് യോഗ്യനായ അധികാരിയെ നിയമിച്ചുകൊണ്ട് അന്വേഷണം നടത്തണമെന്ന് പറയുകയും ചെയ്യാം. അതാണ് നമ്മൾ പറഞ്ഞത്. DYSP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്ന് പറയുന്നു. അപ്പോൾ DYSP അല്ല അന്വേഷിക്കുന്നത് എങ്കിൽ എന്തു ചെയ്യാം? നമുക്ക് ആ പ്രസ്തുത കുറ്റപത്രം റദ്ദാക്കണമെന്നും പുനരന്വേഷണം നടത്താൻ യോഗ്യനായ ഉദ്യോഗസ്ഥനെ DYSPയോ DYSPക്ക് മുകളിൽ റാങ്കുള്ള ഉദ്യോഗസ്ഥനോ ശരിയായ രീതിയിൽ അന്വേഷിച്ചിട്ട് കുറ്റപത്രം സമർപ്പിക്കണമെന്നോ പറയാം. ഞാനിപ്പം അങ്ങനെ ഒരു കേസിൽ ഞാനൊരു അപേക്ഷ കൊടുത്തിട്ടുണ്ട്. സംഭവം ഒരു അറ്റംപ്റ്റ് മർഡർ ആയിരുന്നു. അപ്പോൾ മരിച്ചില്ല ആൾ. അതിനുശേഷം അദ്ദേഹം മരിച്ചു എന്ന് പറഞ്ഞാൽ ഒരു 60 ദിവസത്തോളം പിന്നെ കിടന്നു. അതിനുശേഷം മരിച്ചപ്പോൾ ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയങ്ങളിൽ ഇദ്ദേഹത്തിന് സംസാരശേഷിയില്ലായിരുന്നു. ആദ്യ നാളുകളിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ചിട്ടാണ് പിന്നെ അദ്ദേഹത്തിന് സംസാരശേഷി കിട്ടുന്നത്.
ആ സംസാരശേഷി കിട്ടിയപ്പോഴാണ് യഥാർത്ഥ പ്രതികൾ ആരാണെന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ അതിൽ യഥാർത്ഥ പ്രതികളെ 2 പോലീസുകാരെയും അല്ലാതെ 2 സാധാരണക്കാരെയും കൂടി അതിൽ പ്രതികളാക്കണം എന്ന് പറഞ്ഞുകൊണ്ടും നിലവിലുള്ള കുറ്റപത്രം റദ്ദാക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഒരപേക്ഷ കൊടുത്തിട്ടുണ്ട്. അപേക്ഷ ഇതുവരെ തീരുമാനമായിട്ടില്ല. അപ്പോൾ കുറ്റപത്രം റദ്ദാക്കാം. നമ്മളെന്താ പറഞ്ഞേ? ഈ ശരിയായ ഉദ്യോഗസ്ഥൻ അന്വേഷിക്കാത്ത കുറ്റപത്രമാണെങ്കിൽ റദ്ദാക്കാം. എന്തുകൊണ്ടാണ് നമ്മൾ കുറ്റപത്രം റദ്ദാക്കി ശരിയായ ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്ന് പറയുന്നത്? ഇത് ഡിഫൻസ് ലോയർ ഉന്നയിക്കും. ശരിയായ ഉദ്യോഗസ്ഥനല്ല അന്വേഷിച്ചത്. ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ കുറ്റപത്രം റദ്ദാക്കുകയും എൻ്റെ പ്രതിയെ നിരുപാധികം വിട്ടയക്കണം ചെയ്യണമെന്ന് പറയും. അങ്ങനെ ഒരു തവണ ഒരു പ്രതി വിചാരണ നടപടികൾ നേരിട്ട് കഴിഞ്ഞാൽ രണ്ടാമത് അയാളെ വിചാരണ ചെയ്യാൻ നിലവിൽ നിയമമില്ല. അപ്പോൾ അയാൾ സുഖമായി അങ്ങ് രക്ഷപ്പെട്ടു. അങ്ങനെ രക്ഷപ്പെട്ടു പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ശരിയായ ഉദ്യോഗസ്ഥൻ, DYSPയുടെ റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്ന് നിയമം പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് അദ്ദേഹത്തിനെ കൊണ്ട് തന്നെ അന്വേഷിപ്പിക്കണമെന്ന് നമ്മൾ നിർബന്ധം പറയുന്നത്. ഓക്കെ, പറഞ്ഞ മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ നമ്മളിൽ പലരും ശ്രദ്ധിക്കുന്നുണ്ടാവും, ബഹുഭൂരിപക്ഷവും രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകൾ ശിക്ഷിക്കുന്നില്ല. എന്തുകൊണ്ട്? ഒരു കേസ് ശിക്ഷിക്കാതിരിക്കുന്നതിന് വേണ്ടി അനേകം പഴുതുകളും, ആ പഴുതുകളെല്ലാം അടച്ചതിന് ശേഷം വിചാരണ നടപടികളിലേക്ക് പോയാൽ മാത്രമേ ആ കേസ് ശിക്ഷിക്കൂ. അതുകൊണ്ടാണ് പൊതുവേ പറഞ്ഞാൽ SC ആക്റ്റോ പോക്സോ ആക്റ്റോ അല്ല, പൊതുവേ പറഞ്ഞാൽ അനേകം കേസുകളിൽ ഇപ്പോൾ 100 കേസുകൾ രജിസ്റ്റർ ചെയ്താൽ ഏതാണ്ട് 80 കേസുകളും ശിക്ഷിക്കാതെ പോവുകയും ചെയ്യും. ഒരു 20% കേസുകൾ മാത്രമേ ശിക്ഷിക്കൂ. ഞാൻ നടത്തിയ ഒരു കേസ് തന്നെ മൊഴി ഇങ്ങനെയായിരുന്നു. സ്കൂളില്ലാത്ത ദിവസം ഉച്ച കഴിഞ്ഞ് ചായ കുടിക്കുന്ന സമയത്ത് അപ്പാപ്പൻ എന്നെ മിഠായി കാണിച്ച് വിളിച്ചു. വീട്ടിൽ കൊണ്ടുപോയി TV ഓണാക്കി അവിടെ വെച്ച് സെക്ഷലി അബ്യൂസ് ചെയ്തു എന്നതാണ് കേസ്. മൊഴി ഇങ്ങനെയാണല്ലോ. സ്കൂളില്ലാത്ത ദിവസമായിരുന്നു. അപ്പം ഞാൻ ആദ്യം നോക്കിയത് ഈ ഡേറ്റ് സ്കൂളുള്ള ദിവസമായിരുന്നു എന്നാണ്. അപ്പം നോക്കിയപ്പം തിങ്കളാഴ്ചയാണ്, സ്കൂളുള്ള ദിവസമാണ്. നേരെ ഈ കേസിൻ്റെ അക്യൂസിനോട്, കുറ്റാരോപിതനോട് വണ്ടി കൊണ്ടുപോകാൻ സ്കൂളിൽ വരെ പോകണമെന്ന് പറഞ്ഞു. സ്കൂളിൽ പോയി. അപ്പോൾ അന്ന് സ്കൂളിന് അവധിയില്ല. ഈ പറഞ്ഞ കുട്ടി സ്കൂളിൽ അന്ന് ഹാജരാണോ എന്ന് നോക്കി. അറ്റൻഡൻസ് രജിസ്റ്ററിൽ കുട്ടിയുടെ അറ്റൻഡൻസ് ഉണ്ട്, രാവിലെയും ഉണ്ട്, ഉച്ച കഴിഞ്ഞുമുണ്ട്. അതോട് തന്നെ ആ കേസ് പൊളിഞ്ഞില്ലേ? ഞാൻ പറഞ്ഞത് മനസ്സിലായി. അതുപോലെ കേസിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന മൊഴി വളരെ പ്രധാനമാണ്. അന്വേഷണ ഉദ്യോഗസ്ഥനും വളരെ പ്രധാനമാണ്. നമ്മൾ ശരിയായ അന്വേഷണ ഉദ്യോഗസ്ഥനല്ല അന്വേഷിച്ചത്, അതുകൊണ്ട് FIR നിലനിൽക്കില്ല എന്ന് എതിർഭാഗം ഒരു വാദം ഉന്നയിക്കുകയും ആ വാദം തെളിയിക്കുകയും ചെയ്താൽ നമ്മൾ ഈ പറഞ്ഞ കേസ് തട്ടി പോവുകയാണ്. മനസ്സിലായോ? അങ്ങനെ തട്ടി അങ്ങ് പോയി പുനരന്വേഷണം നടത്തിയാൽ വിചാരണ നേരിട്ട പ്രതിയെ വീണ്ടും വിചാരണ ചെയ്യാൻ ഇന്ത്യയിൽ നിയമമില്ല. നമ്മുടെ കയ്യിലെ കുഴപ്പം കൊണ്ടല്ല അങ്ങനെ സംഭവിച്ചത്. പക്ഷേ നമ്മൾ ആ കേസിൽ വിജിലൻ്റ് ആയിരിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അടുത്തത് ചട്ടം 8. ഇപ്പോൾ 7 ചട്ടം വരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 8ാമത്തെ ചട്ടം. നമ്മൾ ഈ നിയമത്തിൻ്റെ നൂലാമാലകൾ അറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇത് നിങ്ങൾ കാണാതെ പഠിക്കണമെന്നും വക്കീലന്മാർ ചെയ്യുന്ന പോലെ ചെയ്യണമെന്നും അല്ല പറഞ്ഞത്. ഇതിൻ്റെ ബേസിക് നോളജ്, ഒരു കേസ് എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന ബേസിക് നോളജ് നമ്മുടെ അംഗങ്ങൾക്കുണ്ടായേ പറ്റൂ. ഇല്ലെങ്കിൽ നമുക്ക് പ്രകടനം നടത്താൻ മാത്രമേ കഴിയൂ. വാളയാർ കേസിൽ ഇപ്പോൾ അമ്മ പ്രതിയായില്ലേ, പ്രകടനം നടത്തിയിട്ട് ഇനി എന്ത് കഥ? 8
പട്ടികജാതി വർഗ സംരക്ഷണ സമിതിയുടെ രൂപീകരണം. നോക്കൂ, ഇവിടെ ഓരോരുത്തർ പട്ടികജാതി സംഘടനകൾ രൂപീകരിക്കുന്നുണ്ട്. ആവശ്യം പോലെ സംഘടനകളുണ്ട് കേട്ടോ. എത്ര സംഘടനകളാണ് ഇപ്പോൾ ഈ നമ്മുടെ മിനിസ്റ്റർ വിളിച്ചു കൂട്ടിയതെന്ന് മിനിസ്റ്റർക്ക് പോലും അറിയത്തില്ല. സംസ്ഥാന സമ്മേളനം വിളിച്ചാൽ പോലും ഇത്ര ആൾ കാണുക, അതിൽ കൂടുതൽ ആളുണ്ടായിരുന്ന പറയുന്നത്. പട്ടികജാതി വർഗ സംരക്ഷണ സമിതി രൂപീകരിക്കാം. എങ്ങനെ രൂപീകരിക്കാം? സംസ്ഥാന സർക്കാർ ഒരു പട്ടികജാതി വർഗ വിഭാഗ അംഗങ്ങൾക്കായി ഒരു സംരക്ഷണ സമിതി രൂപീകരിക്കേണ്ടതും, നിലവിൽ രൂപീകരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, രൂപീകരിക്കേണ്ടതും അതിൻ്റെ കേന്ദ്ര ഓഫീസ് സംസ്ഥാന തലസ്ഥാനത്തായിരിക്കേണ്ടതും. കേരളത്തിലാണെങ്കിൽ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരം ജില്ലയാണ്. തെക്കേ അറ്റത്തുള്ള ജില്ലയാണെങ്കിൽ കൂടി അതാണ് സംസ്ഥാന തലസ്ഥാനം. അപ്പോൾ സംസ്ഥാന തലസ്ഥാനത്ത് എന്തായിരിക്കണം? അതിൻ്റെ കേന്ദ്ര ഓഫീസ് ഉണ്ടായിരിക്കേണ്ടതും അതിൻ്റെ ചുമതല സംസ്ഥാന പോലീസ് ഡയറക്ടർ ജനറൽ ആയിരിക്കേണ്ടതുമാണ്. അപ്പം ചട്ടം 8 പ്രകാരം സംസ്ഥാന സർക്കാർ പട്ടികജാതി വിഭാഗങ്ങൾക്കായി ഒരു സംരക്ഷണ സമിതി രൂപീകരിക്കേണ്ടതാണ്. രൂപീകരിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. അതിൻ്റെ കേന്ദ്ര ഓഫീസ് എവിടെ ആയിരിക്കണം? സംസ്ഥാന തലസ്ഥാനത്തായിരിക്കണം. ഇതിൻ്റെ ചുമതല വഹിക്കുന്നത് പോലീസ് ഡയറക്ടർ ജനറൽ ആയിരിക്കണം. ഈ സമിതിയുടെ ഉത്തരവാദിത്തങ്ങൾ താഴെ പറയും പ്രകാരമാണ്. നമ്മൾ ഈ ചർച്ച ചെയ്യപ്പെടുന്ന SC/ST ആക്ടിൻ്റെ ചട്ടങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാക്കിയതാണ്. അതിൽ നിന്ന് സംസ്ഥാന ഗവൺമെൻറ് വിട്ടു നിൽക്കാൻ പറ്റില്ല. തിരിച്ചറിയപ്പെട്ട സ്ഥലങ്ങൾ സർവേ നടത്തണം. നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ, SC/ST ആൾക്കാർ തിങ്ങിപ്പാർക്കുന്നതും അതിക്രമങ്ങൾ നമ്മൾ 3(1) പറഞ്ഞിരിക്കുന്നതും 3(2) പറഞ്ഞിരിക്കുന്നതുമായ ലിസ്റ്റ് ചെയ്ത സംഭവങ്ങളാണ് അതിക്രമങ്ങളായി പറയുന്നത്. അത് അങ്ങനെ അതിക്രമങ്ങൾ നടക്കുകയോ നടക്കാൻ സാധ്യതയുള്ളതോ ആയ പ്രദേശങ്ങൾ എന്ത് ചെയ്യണം? സർവേ നടത്തണം. ഇപ്പോൾ കേരളത്തിൽ അങ്ങനെ സർവേ നടത്തി ഏതൊക്കെ പ്രദേശങ്ങളിലാണ് SC/ST ആക്ട് പ്രകാരം അതിക്രമം നടത്താൻ സാധ്യതയുള്ളത് എന്ന് പോലീസിന് റിപ്പോർട്ടുണ്ടാകാം. തിരിച്ചറിയപ്പെട്ട സ്ഥലത്ത്, അതായത് ഐഡൻറ്റിഫൈഡ് പ്രദേശങ്ങളിൽ പൊതു ഉത്തരവിലൂടെ പ്രശാന്തമായ അന്തരീക്ഷം നിലനിർത്തണം. എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് ചെയ്യണം? പ്രത്യേക ഉത്തരവിറക്കി ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. അടുത്തത്, പ്രത്യേക പോലീസ് സേനയെ വിന്യസിക്കുന്നതിന് അല്ലെങ്കിൽ പ്രത്യേക പോലീസ് പിക്കറ്റിംഗ് സ്ഥാപിക്കുന്നതിന് തിരിച്ചറിയപ്പെട്ട സ്ഥലത്ത് ആവശ്യമാണെന്ന് കരുതുന്നുവെങ്കിൽ സർക്കാരിന് ശുപാർശ സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ ഈ പോലീസ് പിക്കറ്റിംഗ്, പോലീസ് സംരക്ഷണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയുന്ന പോലെ അങ്ങ് തീരുന്ന കാര്യമല്ല. മാറാട് നിങ്ങൾക്കറിയാവുന്ന സ്ഥലമാണ്. മാറാടൊരു കലാപമുണ്ടായി. അതൊരു വർഗീയ കലാപത്തിൻ്റെ രീതിയിലാണ് കേരള സർക്കാർ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അങ്ങനെ തന്നെയാണ് അതിൻ്റെ ട്രയൽ നടന്നത്. ഈ പോലീസ് പിക്കറ്റിംഗ് എന്താണ്, പോലീസ് ബാരിക്കേഡ് എന്താണെന്ന് ഈ സ്ഥലം സന്ദർശിച്ചവർക്കറിയാം. ഞാനന്ന് കോഴിക്കോട് ലോ കോളേജിൽ പഠിക്കുകയാണ്. ഫൈനൽ ഇയർ അങ്ങോട്ടോ ആണെന്ന് തോന്നുന്നു. ഞങ്ങളവിടെ ലീഗൽ സർവീസ് അദാലത്തുമായി ബന്ധപ്പെട്ട് ആ പ്രദേശം സന്ദർശിച്ചു. നിങ്ങൾക്കറിയാമല്ലോ, ആ പ്രദേശത്ത് 3 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു 2 വീലർ പോലും ഓടിച്ചു പോകാൻ പറ്റുന്ന വഴികളിലെല്ലാം പോലീസ് ബാരിക്കേഡുകളുണ്ടായിരുന്നു. ആ ബാരിക്കേഡിനെ മറികടന്നുകൊണ്ട് ഒരു മനുഷ്യൻ അതിനകത്ത് പ്രവേശിക്കാൻ പറ്റാത്ത രീതിയിൽ പോലീസ് ബന്ദോബസ്തിലാക്കി. അതാണ് പോലീസ് പിക്കറ്റിംഗ് സ്ഥാപിക്കണമെന്ന് പറയുന്നത്. പ്രത്യേക പോലീസ് സേനയെ വിന്യസിക്കുകയും അല്ലെങ്കിൽ ഒരു പ്രത്യേക പിക്കറ്റിംഗ് സ്ഥാപിക്കുകയും തിരിച്ചറിയപ്പെട്ട സ്ഥലത്ത് ആവശ്യമാണ് കരുതുന്നുവെങ്കിൽ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി സർക്കാർ ശുപാർശ ചെയ്യേണ്ടതുമാണ്. അപ്പം നിലവിൽ കേരളത്തിൽ മാറി മാറി ഭരിക്കുന്ന സർക്കാർ പട്ടികജാതി സംരക്ഷണത്തിനെ എത്രത്തോളം വിലക്കെടുക്കുന്നുവോ അത്രത്തോളം ഭംഗിയായിരിക്കും ചട്ടങ്ങൾ നടപ്പാക്കുന്നത്. ഞാൻ ഒരു സർക്കാരിനെയും കുറ്റം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ നിയമപ്രകാരമുള്ള ഒരു കുറ്റം നടക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അതിൻ്റെ കാരണം സംബന്ധിച്ച് അന്വേഷണം നടത്തും. അപ്പോൾ പ്രധാനമായും പട്ടികജാതി വിഭാഗങ്ങൾക്കെതിരെ ആക്രമണമോ മറ്റെന്തോ നടക്കുന്നത് കൂടുതലും ഭൂമി തട്ടിയെടുക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ്. അല്ലാതെ വേറെ സമ്പാദ്യമൊന്നും പട്ടികജാതിക്കാരുടെ കയ്യിലില്ല. ഭൂമി തട്ടിയെടുക്കുക, അവിടെ നിന്ന് എങ്ങനെയെങ്കിലും അടിച്ചോടിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞ വിലയ്ക്ക് ആ ഭൂമി വിറ്റിട്ട് പോകാൻ അവർ നിർബന്ധിതരാകും.
അപ്പോൾ ഇതിൻ്റെ എന്തുകൊണ്ടാണ് പട്ടികജാതിക്കാർക്കെതിരെ ഇങ്ങനെ ആക്രമണം നടക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞത്. അടുത്തത്, പട്ടികജാതി വർഗ വിഭാഗ അംഗങ്ങൾക്ക് സുരക്ഷിതത്വ ബോധം പുനഃസ്ഥാപിക്കണം. ഇപ്പോൾ ആണ്ടെ ഉത്തർപ്രദേശിലൊക്കെ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ വരുന്നുണ്ട്. ഉത്തർപ്രദേശിൽ എന്ത് ചെയ്യുന്നു, ജീവനോടെ കത്തിച്ച് കളയുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ബീഹാറിലാണെങ്കിൽ അതും നല്ലതാണ്. കൃഷി ചെയ്യുന്ന കാലം കഴിഞ്ഞാൽ അവരുടെ വീടടക്കം കത്തിച്ച് കളയാം. അങ്ങനെ ഇത് കേന്ദ്ര നിയമമാണ്, കേരളത്തിൽ മാത്രമല്ല ബാധകം, എല്ലാ സ്ഥലങ്ങളിലും ഇത് ബാധകമാണ്. ഇങ്ങനെ ശക്തമായൊരു നിയമവും ശക്തമായൊരു ചട്ടവും നിലനിൽക്കുമ്പോഴാണ് ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം. തിരിച്ചറിയപ്പെട്ട സ്ഥലത്ത് ചുമതലയുള്ള പ്രമുഖ ഓഫീസറെ, നോഡൽ ഓഫീസറെ അല്ലെങ്കിൽ പ്രത്യേക ഓഫീസറെ ആ പ്രദേശത്ത് ക്രമസമാധാനം സംബന്ധിച്ച വിവരങ്ങൾ സർക്കാരിൽ റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഐഡൻറ്റിഫൈഡ് ഏരിയ ഉണ്ടെങ്കിൽ, പട്ടികജാതിക്കാർക്ക് കൂടുതൽ ഭീഷണിയുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈഡ് ഏരിയ അല്ലെങ്കിൽ നോട്ടിഫൈഡ് ഏരിയ എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള നോട്ടിഫൈഡ് ഏരിയ ഉണ്ടെങ്കിൽ ആ പ്രദേശത്ത് ഒരു നോഡൽ ഓഫീസറെ തീരുമാനിക്കണം. ഈ നോഡൽ ഓഫീസർ അപ്പോഴുള്ള വിവരങ്ങൾ സർക്കാരിന് റിപ്പോർട്ട് ചെയ്യണം. അടുത്തത്, നിയമത്തിൻ്റെ 4-ാം അധ്യായത്തിൽ എയിൽ പറഞ്ഞിട്ടുള്ള ഇരകളാക്കപ്പെട്ടവരുടെ അവകാശങ്ങൾ നടപ്പാക്കുന്നതിനായി ചുമതലപ്പെടുത്തിയ നോഡൽ ഓഫീസറെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥനെ അല്ലെങ്കിൽ ജില്ലാ മജിസ്ട്രേറ്റിനെയോ ഈ വിവരങ്ങൾ ഉദ്യോഗസ്ഥൻ അറിയിക്കേണ്ടതാണ്. അപ്പോൾ ജില്ലാ മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഡിസ്ട്രിക്ട് കളക്ടർ. അപ്പോൾ ഈ നോഡൽ ഓഫീസർ, എന്താണ് നോഡൽ ഓഫീസർ എന്നിവിടെ പറഞ്ഞത്? SC/ST വിഭാഗങ്ങൾക്ക്, വ്യക്തികൾക്കോ കുടുംബത്തിനോ അല്ലെങ്കിൽ ഒരു പ്രദേശത്തോ എന്തെങ്കിലും ഭീഷണിയോ അതിക്രമമോ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ ആ പ്രദേശത്തിനെ നമ്മൾ നോട്ടിഫൈഡ് ഏരിയ എന്ന് പറയും. ആ നോട്ടിഫൈഡ് ഏരിയയിൽ ക്രമസമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഒരു നോഡൽ ഓഫീസറെ വെക്കണം. അവിടെ പോലീസ് ബാരിക്കേഡുകൾ, പോലീസ് പിക്കറ്റിങ്ങൾ സ്ഥാപിക്കണം. അവിടുത്തെ ഓരോ പ്രവർത്തനവും ഡിസ്ട്രിക്ട് കളക്ടറെ, ജില്ലാ മജിസ്ട്രേറ്റിനെ അറിയിക്കണം. ഇതാണ് നോഡൽ ഓഫീസറിൻ്റെ ചുമതല. അന്വേഷണ പുരോഗതിയെ സംബന്ധിച്ചും സ്ഥലപരിശോധനകളും മറ്റും വിവിധ ഉദ്യോഗസ്ഥരുമായി നടത്തിയ അഭിപ്രായങ്ങളും തേടണം. അന്വേഷണ പുരോഗതിയെ സംബന്ധിച്ച് റിപ്പോർട്ട് നൽകണം, സ്ഥലപരിശോധന നടത്തണം. അവിടുത്തെ വിവിധ ഉദ്യോഗസ്ഥരുമായി, ഇതിപ്പം ചുരുക്കം പറഞ്ഞാൽ ഒരു പഞ്ചായത്തിലാണെങ്കിൽ ഏതെങ്കിലും ഒരു വാർഡിലായിരിക്കും നടക്കുക, മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും ആണെങ്കിലും കൗൺസിലായിരിക്കും ഈ സംഭവങ്ങൾ നടക്കുക. അപ്പോൾ അവിടെയുള്ള ഉദ്യോഗസ്ഥരുമായി, പഞ്ചായത്തിൽ ഉദ്യോഗസ്ഥരുണ്ടാകാം, മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനും ആണെങ്കിൽ ഉദ്യോഗസ്ഥരുണ്ടാകാം, അവിടെയുള്ള ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചിച്ച് ഉചിതമായ നടപടികൾ സ്വീകരിക്കണം. അടുത്തത്, കേസിൽ പോലീസ് സൂപ്രണ്ടിൻ്റെ നടപടികൾ അല്ലെങ്കിൽ ചുമതലപ്പെടുത്തിയ ഓഫീസർ ആരാണോ അയാളുടേത് അന്വേഷിക്കുകയും പോലീസ് സ്റ്റേഷനിൽ രേഖപ്പെടുത്തുന്നതിനായി സൂക്ഷിച്ചുള്ള രജിസ്റ്ററിലെ ചട്ടം 5 ഉപചട്ടം 3 പ്രകാരം വിവരം ചേർക്കുന്നത് വിസമ്മതിച്ചതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തുകയും വേണം. അപ്പോൾ ഏതെങ്കിലും പോലീസ് സൂപ്രണ്ടും ഡെപ്യൂട്ടി സൂപ്രണ്ടും തമ്മിലുള്ള വ്യത്യാസം അറിയാമല്ലോ. പോലീസ് സൂപ്രണ്ട് എന്ന് പറഞ്ഞാൽ ആരാ? ഡിസ്ട്രിക്ട് പോലീസ് ചീഫാണ്. ഡെപ്യൂട്ടി സൂപ്രണ്ട് എന്ന് പറഞ്ഞാൽ ഡിവൈഎസ്പിക്ക് ചില ജില്ലകളിൽ 2 DYSP ഉണ്ടാവും, ചില ജില്ലകളിൽ 3 DYSP ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടല്ല ഇവിടെ പറഞ്ഞേക്കുന്നത്. പോലീസ് സൂപ്രണ്ടിൻ്റെ നടപടികളെ അല്ലെങ്കിൽ ചുമതലപ്പെടുത്തിയ ഓഫീസർ നടപടികളെക്കുറിച്ച് അന്വേഷിക്കണം. അത് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണം. ഇപ്പം ജനറൽ ഡയറിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഈ വിവരം ജനറൽ ഡയറിയിൽ ചേർത്തിട്ടില്ല എന്നതിനെക്കുറിച്ചും അന്വേഷണം നടത്തേണ്ടതുണ്ട്. അടുത്തത്, പൊതുസേവകൻ്റെ മനഃപൂർവ്വമായ ചുമതലയിലെ വീഴ്ച വരുത്തിയെ സംബന്ധിച്ചും അന്വേഷണം നടത്തണം. ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥൻ, അത് പോലീസ് ഉദ്യോഗസ്ഥൻ മാത്രമാകണമെന്നില്ല, ഏതെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ, പൊതുസേവകൻ ഡ്യൂട്ടിയിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും പ്രത്യേകം അന്വേഷണം നടത്തണം. നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളുടെ അവലോകനം നടത്തണം. ഓരോ മാസവും 20-ാം തീയതിക്കകം മുൻമാസത്തെ പ്രവർത്തന റിപ്പോർട്ടിന് സംസ്ഥാന സർക്കാരിൻ്റെ നോഡൽ ഓഫീസർക്ക് നൽകുകയും
എടുത്ത നടപടികളെ സംബന്ധിച്ചും എടുക്കാൻ ഉദ്ദേശിക്കുന്ന നടപടികളെ സംബന്ധിച്ചും റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കണം. അപ്പോൾ നിങ്ങളൊക്കെ റിപ്പോർട്ട് എഴുതിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നമ്മളൊക്കെ ജൂനിയർ വക്കീലായി പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഈ കമ്മീഷൻ വെച്ച് തരും. അപ്പോൾ നമ്മൾ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ സ്ഥലം പോയി പരിശോധിക്കണം. സ്ഥലം പോയി പരിശോധിച്ച് തൽസ്ഥിതി റിപ്പോർട്ട് ചെയ്യണമെന്നാണ്. ഇന്നലത്തെയോ നാളത്തെയോ സ്ഥിതിയല്ല, തൽസ്ഥിതി റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ട് ചെയ്തിട്ട് പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി വക്കീലിൻ്റെ ശുപാർശയും ഉണ്ടാകണം. ഉദാഹരണം, ഒരു റോഡ് ആണ് തർക്കമെങ്കിൽ വക്കീലിന് എന്തറിയാൻ പറ്റും? വക്കീലിന് നിയമമല്ലേ അറിയാൻ പറ്റും. എഞ്ചിനീയറിങ്ങൊന്നും വക്കീലിന് അറിയത്തില്ലല്ലോ. അപ്പോൾ എന്തു ചെയ്യും? റോഡ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കത്ത് കൊടുത്തു കൊണ്ടുപോയി അത് പരിശോധിച്ചിട്ട് അത് റിപ്പോർട്ട് ചെയ്യണം. അതാണ് ഇവിടെ പറഞ്ഞത്. എന്താ പറഞ്ഞേ? ഓരോ മാസവും 20-ാം തീയതിക്കകം മുൻ മാസത്തെ പ്രവർത്തനത്തെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന് നോഡൽ ഓഫീസർ റിപ്പോർട്ട് ചെയ്യണം. കഴിഞ്ഞ മാസം ഇത്രാം തീയതി മുതൽ ഇത്രാം തീയതി വരെയുള്ള പ്രവർത്തനങ്ങൾ ഇന്നതാണ്, ഇന്ന നടപടികൾ സ്വീകരിച്ചു, അവിടുത്തെ പ്രശ്നങ്ങൾ ഇന്നതാണ്, ഇന്ന പരിഹാരമുണ്ടായാൽ അതിനെ പരിഹരിക്കാൻ പറ്റും. അങ്ങനെ നിർദ്ദേശങ്ങളും കൂടി കൊടുക്കും. ഓക്കെ. ഇനി നമ്മൾ പറയുന്നത് 9ാമത്തെ ചട്ടമാണ്. 1995 SC/ST ആക്ടിന് ചട്ടമുണ്ടാകുന്നത്. 1989 ആക്ട് ഉണ്ടാകുന്നത്. ഓക്കെ. 89, 90, 95 6 വർഷം കഴിഞ്ഞിട്ടാണ് SC/ST ആക്ട് എങ്ങനെയാണ് നടപ്പാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് രൂപരേഖ ഉണ്ടാകുന്നത്. ശരി. അത് 9 നോഡൽ ഓഫീസർ. നോഡൽ ഓഫീസർ എന്താണ്, അദ്ദേഹത്തിന് ഡ്യൂട്ടി എന്താണെന്നാണ് ഇനി പറയുന്നത്. സർക്കാരിൻ്റെ സെക്രട്ടറി പദത്തിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനെ സർക്കാരിന് നോഡൽ ഓഫീസറായി നിർദ്ദേശിക്കാവുന്നതാണ്. ഈ സർക്കാരിൻ്റെ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ആരാ? മിനിമം ഒരു IAS കാരനായിരിക്കും, ഏതെങ്കിലും വകുപ്പിൻ്റെ. കഴിവതും അദ്ദേഹം പട്ടികജാതി വർഗ വിഭാഗത്തിൽ നിന്നായിരിക്കേണ്ടതും. പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് വന്ന ഒരു സെക്രട്ടറിയെ, ഒരു IAS കാരനെ നോഡൽ ഓഫീസറായി വെക്കണം എന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്രകാരം നിയമിക്കപ്പെടുന്ന ഓഫീസർ ജില്ലാ മജിസ്ട്രേറ്റിൻ്റെയും പോലീസ് സൂപ്രണ്ടിൻ്റെയും അല്ലെങ്കിൽ മറ്റു ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ്റെയും അന്വേഷണ നടപടികളെക്കുറിച്ചും നിയമത്തിലെ വകുപ്പ് പ്രകാരമുള്ള വ്യവസ്ഥകൾ നടപ്പാക്കുന്നതിനെക്കുറിച്ചുമുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ടതും നടപടി സ്വീകരിക്കേണ്ടതുമാണ്. അപ്പോൾ എന്താണ് പറഞ്ഞത്? പ്രത്യേകിച്ചും കഴിയുമെങ്കിൽ SC വിഭാഗത്തിൽപ്പെട്ട ഒരു സർക്കാരിൻ്റെ സെക്രട്ടറിയെ, ഒരു IAS കാരനെ നോഡൽ ഓഫീസറായി വെക്കേണ്ടതും അദ്ദേഹം എല്ലാ ജില്ലകളിലെയും ജില്ലാ മജിസ്ട്രേറ്റിനോടും പോലീസ് സൂപ്പറിനോടും ആലോചിച്ച് നിയമം ഫലപ്രദമായി നടപ്പാക്കുന്നുണ്ടോ എന്ന്, അതിൻ്റെ വ്യവസ്ഥകൾ നടപ്പാക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ച് പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുകയും ഏകോപിപ്പിക്കുകയും ചെയ്യണം. ഓരോ 3 മാസം കൂടുന്ന കാലയളവിലും നോഡൽ ഓഫീസർമാർ താഴെ പറയുന്ന അവലോകനം ചെയ്തിരിക്കണം. ഈ നോഡൽ ഓഫീസർമാർക്ക് റിപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടിയാണ് DYSP തലത്തിൽ മോണിറ്ററിംഗ് കമ്മിറ്റികൾ കൂടുന്നത്. ഈ മോണിറ്ററിംഗ് കമ്മിറ്റികളിൽ പോകുന്ന നമ്മുടെ സഹോദരന്മാർ ഈ പുസ്തകം ഒരു തവണയെങ്കിലും വായിച്ചിട്ട് പോയാൽ കൊള്ളാമായിരുന്നു എനിക്ക് എന്നാണ് എൻ്റെ എളിയ നിർദ്ദേശം. ഈ നിയമം എന്താണ്, നിയമം എങ്ങനെ നടപ്പാക്കണം എന്നറിയാതെ മോണിറ്ററിംഗ് കമ്മിറ്റി പോയിരുന്നാൽ എന്ത് ശുപാർശയാണ് സർക്കാരിന് ചെയ്യാൻ പറ്റുന്നത്? സർക്കാരിനോട് നമുക്ക് നിയമം നടപ്പാക്കുന്നതിന് വേണ്ടിയല്ലേ മോണിറ്ററിംഗ് കമ്മിറ്റി കൂടുന്നത്? അപ്പം നിയമം എന്താണെന്ന് അറിയണ്ടേ? അറിയണം. ഇതെങ്ങനെയാണ് ശരിയായ രീതിയിൽ നടപ്പാക്കുന്നതെന്ന് അറിയണ്ടേ? എങ്കിലല്ലേ ശുപാർശ ചെയ്യാൻ പറ്റൂ. ഇല്ലാതെ നമ്മൾ എന്ത് ശുപാർശയാണ് ചെയ്യുന്നത്? അപ്പോൾ ചട്ടം 4, ഉപചട്ടം 2, 4 എന്നിവയുടെ പ്രകാരം ചട്ടം 6ലെയും ചട്ടം 8ലെയും നിബന്ധനകൾ പ്രകാരമുള്ള റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. നോഡൽ ഓഫീസർ റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ടോ? നോട്ടിഫൈഡ് ഏരിയകളിൽ സംരക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ടോ? അവർക്ക് മുമ്പേ പറഞ്ഞതുപോലെ സാമ്പത്തിക ആശ്വാസം നൽകിയിട്ടുണ്ടോ?
ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കണം. നിയമത്തിന് കീഴിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസിൻ്റെ തൽസ്ഥിതി എന്താണെന്നും എന്ത് ചെയ്യണം, നോഡൽ ഓഫീസർ അന്വേഷിക്കേണ്ടതുണ്ട്. തിരിച്ചറിയപ്പെട്ട പ്രദേശങ്ങളിലെ ക്രമസമാധാന നില പുനഃസ്ഥാപിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. തിരിച്ചറിയപ്പെട്ട പ്രദേശം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് നമ്മൾ നോട്ടിഫൈഡ് ഏരിയ എന്ന് പറയും. എന്ത് നോട്ടിഫൈഡ് ഏരിയ എന്നാണ് ഉദ്ദേശിക്കുന്നത്? SC/ST വിഭാഗങ്ങൾ ഒറ്റയ്ക്കോ കൂട്ടമായോ താമസിക്കുന്ന സ്ഥലത്ത് അവർക്കെതിരെ നിലവിൽ എന്തെങ്കിലും അപകടമോ ആക്രമണമോ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ഇങ്ങനെ നോട്ടിഫൈഡ് ഏരിയകൾ നോക്കുകയും ഫലപ്രദമായ ഇടപെടൽ നടത്തുന്നത് കൊണ്ടാണ് ഓരോ തവണയും മഴക്കെടുതി അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ വീട് തകർന്നു പോകുന്നത് പട്ടികജാതിക്കാരുടെയും പട്ടികവർഗക്കാരുടെയും. അപ്പോൾ നോക്കിക്കോണേ നോഡൽ ഓഫീസർ എത്രത്തോളം നല്ലപോലെ പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ. പണമായോ സാധനങ്ങളായോ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ അതിക്രമങ്ങൾക്കിരയായവർക്കും അവിടെ ആശ്രിതത്വം ലഭ്യമാക്കേണ്ട വിധത്തിലുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞു മുമ്പേ, ഒരു ഇരയ്ക്ക്, ആക്രമണത്തിനിരയായ വ്യക്തിക്ക്, അവരുടെ ആശ്രിതർക്ക് പണമായും സാധനമായും പോലീസ് സംരക്ഷണമായും അവർക്ക് എന്ത് കൊടുക്കണം? അസിസ്റ്റൻസ് കൊടുക്കണം. നമ്മൾ മുമ്പേ നിയമത്തിൽ പറഞ്ഞായിരുന്നു. അത് വന്നിട്ടുണ്ടോ എന്ന് ആരന്വേഷിക്കണം? നോഡൽ ഓഫീസർ അന്വേഷിക്കണം. റേഷൻ സാധനങ്ങൾ, വസ്ത്രങ്ങൾ, അഭയസ്ഥാനം, നിയമസഹായം, യാത്രാപ്പടി, ദിനബത്ത, യാത്രാ സൗകര്യങ്ങൾ തുടങ്ങിയവയുടെ കുറവുകളുണ്ടെങ്കിൽ ഉടൻ അതിനുള്ള സൗകര്യങ്ങളും അതിക്രമങ്ങൾക്കിരയായവർക്കും അവരുടെ ആശ്രിതർക്കും സാക്ഷികൾക്ക് ലഭ്യമാക്കണം. അപ്പം നമ്മൾ മുന്നേ ഈ ആദ്യം വന്നിരിക്കുന്നവർക്ക് ഇത് മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. മുന്നേ നമ്മൾ പറഞ്ഞപ്പോൾ ഇതൊക്കെ പറഞ്ഞതാണ്. റേഷൻ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കണം. ഇവിടെ നമ്മുടെ 2018 പ്രളയമുണ്ടായാലും അപ്പോഴെന്തൊക്കെയാണോ യുദ്ധകാല അടിസ്ഥാനത്തിൽ ചെയ്ത് അത് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. നോക്കൂ, റേഷൻ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കണം, ഭക്ഷണം, വസ്ത്രം എത്തിച്ചു കൊടുക്കണം, അഭയസ്ഥാനം മാറ്റിപ്പാർപ്പിക്കണം, നിയമസഹായം. ഈ 2018 നിയമസഹായം കൊടുത്തോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ യാത്രാപ്പടി, ദിനബത്ത, യാത്രാ സൗകര്യങ്ങൾ തുടങ്ങിയവയുടെ കുറവുകളുണ്ടെങ്കിൽ അത് പരിഹരിക്കണം. ആർക്കൊക്കെ പരിഹരിക്കണം? ഇരകൾക്കും സാക്ഷികൾക്കും ഇരയുടെ ആശ്രിതരെയും എന്ത് ചെയ്യണം? ഇത് കൊടുക്കണം. ഇരയെന്ന് പറഞ്ഞാൽ ആശ്രിതനും ഇരയാണ് കേട്ടോ. ഇരയുടെ ഡെഫിനിഷനിൽ അങ്ങനെ പറഞ്ഞത്. അത് ഇര എന്ന ഒരു വാക്ക് പറഞ്ഞാൽ ആശ്രിതനും അതിൽ പെടും. നിങ്ങൾക്ക് തോന്നാം ഇരയെന്ന് മാത്രമല്ലേ പറഞ്ഞുള്ളൂ, ആശ്രിതരെ പറഞ്ഞില്ലല്ലോ. അടുത്തത്, സർക്കാരിതര സംഘടനകൾ, പട്ടികജാതി വർഗ സംരക്ഷണ സെൽ, വിവിധ കമ്മിറ്റികൾ, നിയമത്തിലെ വ്യവസ്ഥകൾ നടപ്പാക്കാൻ ചുമതലപ്പെട്ട പൊതുസേവകൻ എന്നിവയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തണം. സർക്കാരിതര സംഘടനകൾ. അപ്പം അതുകൊണ്ടാണ് ചുമതല ഏറ്റപ്പോഴേ ശരി തന്നെ അത്ര പോപ്പുലർ അല്ലെങ്കിലും നമ്മുടെ മിനിസ്റ്റർ പട്ടികജാതി രജിസ്റ്റർ ചെയ്ത പട്ടികജാതി സംഘടനകളെ വിളിച്ച് അവരുമായൊരു കൂടിയാലോചന നടത്തിയത്. സർക്കാരിതര സംഘടനകൾ, അതിനകത്താണ് ഈ സർക്കാരിതര സംഘടനപ്പെടുന്നത്. സർക്കാരിതര സംഘടനകൾ, പട്ടികജാതി വർഗ സംരക്ഷണ സെൽ, വിവിധ കമ്മിറ്റികൾ, നിയമത്തിലെ വ്യവസ്ഥകൾ നടപ്പാക്കാൻ ചുമതലപ്പെട്ട സേവകൻ, ആരാ അവിടെ സേവകൻ? DYSP എന്നിവരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തേണ്ടതുണ്ട്. SC/ST സംഘടനയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാൽ എന്താണ് ഇപ്പം സർക്കാർ വിലയിരുത്തുന്നത്? രജിസ്റ്റർ ചെയ്യുന്നു, കുറ്റിയടിക്കുന്നു, പിരിക്കുന്നു, സംസ്ഥാന സമ്മേളനം നടത്തുന്നു, അല്ലെങ്കിൽ ജില്ലാ സമ്മേളനങ്ങൾ നടത്തുന്നു, വീണ്ടും കുറ്റിയടിക്കുന്നു, പിരിക്കുന്നു. ഇതിലപ്പുറത്തേക്ക് എന്താ നടക്കുന്നത്? പട്ടികജാതി സംഘടനയുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തണം. പട്ടികജാതി വർഗ സംരക്ഷണ സെല്ലിൻ്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുകയും വിലയിരുത്തുകയും വേണം. വിവിധ കമ്മിറ്റികൾ വിലയിരുത്തണം. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ, DYSPമാരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തണം. അടുത്തത്, നിയമത്തിലെ അധ്യായം 4A നിബന്ധനകളുടെ പ്രകാരം ഇരകളുടെയും സാക്ഷികളുടെയും അവകാശങ്ങൾ നടപ്പാക്കണം. അപ്പം 4A എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ പ്രധാനമാണ്. എന്താണ്? ഇരകളുടെയും സാക്ഷികളുടെയും അവകാശങ്ങളെക്കുറിച്ചാണ് 4A പ്രതിപാദിക്കുന്നത്. അതുകൊണ്ട് പുസ്തകം കിട്ടുന്നവർ 4A മനസ്സിരുത്തി ഒന്ന് വായിക്കാം. കാണാതെ പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, അത് നിയമമാണ്. കാണാതെ പഠിക്കുന്ന കാര്യം ഇത്തിരി പണിയുള്ള പരിപാടിയാണ്. പണിയുള്ളതാണ് എന്ന് വിചാരിച്ച് പഠിക്കണ്ട എന്നല്ല, പഠിച്ചാൽ അത്രയും നല്ലത്. ഓക്കെ. അപ്പോൾ കാണാതെ പഠിച്ചില്ലെങ്കിലും ഇത് വായിച്ച് മനസ്സിലാക്കിയിട്ട്
പുസ്തകം നോക്കി ഇത് പ്രയോഗിക്കാനെങ്കിലും പഠിക്കണം. അടുത്ത 10ാമത്തെ ചട്ടം, പ്രത്യേക ഓഫീസറെ നിയമിക്കൽ. SC/ST വിഭാഗത്തിൻ്റെ അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പ്രത്യേക ഓഫീസർ നിയമിക്കണം. തിരിച്ചറിയപ്പെട്ട മേഖലകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. തിരിച്ചറിയപ്പെട്ട മേഖല എന്ന് പറഞ്ഞാൽ എന്താണ്? SC/ST വിഭാഗങ്ങൾക്ക് അതിക്രമങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അതിക്രമങ്ങൾ നടക്കുന്ന പ്രദേശങ്ങൾ, അതാണ് നോട്ടിഫൈഡ് ഏരിയ. തിരിച്ചറിയപ്പെട്ട പ്രദേശങ്ങളിൽ, തിരിച്ചറിയപ്പെട്ട മേഖലകളിൽ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് പദവിയിൽ കുറയാത്ത ഒരു പ്രത്യേക ഓഫീസറെ നിയമിക്കണം. ആരാണ് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ? ADM, അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്. ADM എന്ന് കേട്ടിട്ടില്ലേ? കുറയാത്തൊരു ഓഫീസറെ നിയമിക്കണം. നിയമപ്രകാരമുള്ള നിബന്ധനകൾ നടപ്പാക്കുന്നതിനും വിവിധ കമ്മിറ്റികളുടെയും പട്ടികജാതി വർഗ സംരക്ഷണ സെൽ എന്നിവയുടെയും പ്രവർത്തനങ്ങൾ ജില്ലാ മജിസ്ട്രേറ്റ്, ജില്ലാ പോലീസ് മേധാവി, മറ്റു ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു കൊണ്ടുപോകുവാൻ പ്രത്യേക ഓഫീസറുടെ പണിയാണ്. ഏതൊക്കെ ചെയ്യണം? ADM കുറയാത്തൊരു ഓഫീസറാണ് പ്രത്യേക ഓഫീസറായി പരിഗണിക്കുന്നത്. അദ്ദേഹം ഡിസ്ട്രിക്ട് കളക്ടർ ഈ വിഷയത്തിൽ ഇടപെടുന്നതിനെയും ഡിസ്ട്രിക്ട് പോലീസ് സൂപ്രണ്ട് ഈ വിഷയത്തിൽ എന്ത് ചെയ്തു എന്നുള്ളതിനെയും DYSP SC/ST സംരക്ഷണ നിയമപ്രകാരം എന്ത് ചെയ്തു എന്നുള്ളതിനെയും എന്ത് ചെയ്യണം? വിലയിരുത്തേണ്ടതുണ്ട്. പ്രത്യേക ഓഫീസറുടെ ചുമതലകൾ. അപ്പം പ്രത്യേക ഓഫീസർ ആരായിരിക്കും? ADM കുറയാത്ത ആളായിരിക്കും. ADM കുറയാത്ത ആളെന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്താ? മിനിമം ADM ആയിരിക്കണം. അതിന് മുകളിലുള്ള ആളെയും വെക്കാം. അതിക്രമങ്ങൾ ഇരയായപ്പെട്ടവർക്ക് അടിയന്തര ആശ്വാസം നൽകുകയും അതിക്രമങ്ങൾ വീണ്ടും ഉണ്ടാകാതിരിക്കുന്നതിലേക്ക് വേണ്ട കരുതൽ നടപടികൾ, മറ്റു നടപടികളും ഏർപ്പെടുത്തുകയും ചെയ്യും. അത് മനസ്സിലാക്കാൻ കാണുമല്ലോ. ഒരു അവബോധമുണ്ടാക്കുന്ന കേന്ദ്രങ്ങളും പിന്നെ വർക്ക്ഷോപ്പുകളും രൂപീകരിക്കുകയും അല്ലെങ്കിൽ ജില്ലാ ആസ്ഥാനത്ത് പട്ടികജാതി വർഗ വിഭാഗങ്ങൾക്കായി അവരവരുടെ അവകാശങ്ങൾ സംബന്ധിച്ച കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ നിയമവഴികളും ചട്ടപ്രകാരമുള്ള നടപടികളും പദ്ധതി പ്രകാരമുള്ള അതിൻ്റെ ഗുണങ്ങൾ ലഭിക്കുന്നതിനെ സംബന്ധിച്ച് പ്രബോധനങ്ങൾ നൽകുകയും വേണം. എന്താണ്? SC/ST ആക്ട് പഠിപ്പിക്കണം. അവരുടെ അവകാശങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം. എവിടെ? ജില്ലാ കേന്ദ്രങ്ങളിൽ. സാമ്പത്തികവും അല്ലാതെയും അവർക്ക് ലഭിക്കേണ്ട അവകാശങ്ങളെക്കുറിച്ച് പഠിപ്പിക്കണം. അതിൻ്റെ കുറുക്ക് വഴി എന്താണെന്നറിയാമോ? പട്ടികജാതി വകുപ്പിലെ പദ്ധതിയും ഫണ്ടും പഠിപ്പിക്കണം. പട്ടികവർഗ വകുപ്പിലെ പദ്ധതിയും ഫണ്ടും പഠിപ്പിക്കണം. SC/ST ആക്ടിലെ അവകാശങ്ങളെക്കുറിച്ച് പഠിക്കണം. SC/ST ആക്ടിലെ അവകാശങ്ങളെന്ന് പറഞ്ഞാൽ ഈ SC/ST ആക്ട് കൊണ്ട് തീരുന്നില്ല കേട്ടോ. പട്ടികജാതി വർഗ പീഡന നിരോധന നിയമവും അനുബന്ധ നിയമങ്ങളും എന്നാണ് പറയുന്നത്. ഈ അനുബന്ധ നിയമങ്ങൾ എന്താണെന്ന് നമ്മുടെ ഗ്രൂപ്പിലിട്ടിട്ടുണ്ട്. അനുബന്ധ നിയമങ്ങളുടെയൊക്കെ ഒരു ലിസ്റ്റ് ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ ഗ്രൂപ്പിലിട്ടിട്ടുണ്ട്. ഗ്രൂപ്പിലുള്ളവർക്ക് ആ ഗ്രൂപ്പിൽ നോക്കിയാൽ മതി. ഗ്രൂപ്പിൽ കാണാത്തവർക്ക് ഒന്നും കൂടി ഗ്രൂപ്പിലിടാം. അപ്പോൾ SC/ST ആക്ട് മാത്രമല്ല പട്ടികജാതി വർഗ സംരക്ഷണ നിയമം. ഓക്കെ. അടുത്തത്, സർക്കാർ ഇതര സംഘടനകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും അവർക്ക് വേണ്ട സാമ്പത്തികവും മറ്റ് സൗകര്യങ്ങളും അവരുടെ സംഘടനകളുടെ പ്രവർത്തനത്തിനും അവരുടെ വർക്ക്ഷോപ്പുകൾ രൂപീകരിക്കുന്നതിനും നൽകണം. എന്താ പറഞ്ഞേ? പട്ടികജാതി വർഗ സംഘടനകളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനും അവർക്ക് ഇങ്ങനെയുള്ള അവകാശങ്ങളെക്കുറിച്ച് പഠനം നടത്തുന്നതിന് വേണ്ടിയുള്ള വർക്ക്ഷോപ്പുകൾ. ഈ പുസ്തകത്തിൽ വർക്ക്ഷോപ്പിന് പണിശാലകൾ എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അത് തീർത്തും തെറ്റാണ്. ആ പുസ്തകം വാങ്ങുന്നവർ പണിശാലകളെന്ന് കാണുന്നിടത്ത് വർക്ക്ഷോപ്പുകൾ എന്ന് തിരുത്തി വായിക്കണം. ഓക്കെ. നമ്മൾ പറയത്തില്ലേ സെമിനാർ എടുക്കുന്നു. അപ്പോൾ നമ്മൾ ബഹുഭൂരിപക്ഷം പട്ടികജാതി സംഘടനാ പ്രവർത്തനമോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയുമായി ബന്ധമുള്ളവരായിരിക്കും നമ്മുടെ ക്ലാസ്സിൽ വന്നിട്ടുള്ളത്. അതിൽ താണ്ട ഏപ്രിൽ 14 വരാൻ പോകും. ഏപ്രിൽ 14 നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്തായിരിക്കും? മഹാനായ ഡോക്ടർ അംബേദ്കറുടെ ചരിത്ര പോരാട്ടങ്ങളായിരിക്കും. SC/ST ആക്ടിലെ സംരക്ഷണ നിയമമോ അല്ലെങ്കിൽ പട്ടികജാതിക്കാർക്ക് ഇപ്പോൾ അനുവദിച്ച ബഡ്ജറ്റിൽ അനുവദിച്ച തുകയോ അതിനുള്ള പദ്ധതികളോ ഈ പദ്ധതികൾ എവിടുന്ന് കിട്ടുമെന്നോ ഈ പദ്ധതികളുടെ മാനദണ്ഡം എന്താണെന്നോ എന്തു ചെയ്യാറില്ല, നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കുകയോ
ഈ സ്ഥലങ്ങളിൽ പോയി പൈസ വാങ്ങി പട്ടികജാതിക്കാർക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ അവർ സ്വന്തം വാങ്ങി ഉപയോഗിക്കുകയോ ചെയ്യാം. അതുകൊണ്ടാണ് ഇവിടെ എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നോക്കി എന്താ പറഞ്ഞിരിക്കുന്നത്? സർക്കാരിതര സംഘടനകൾ, പട്ടികജാതി വർഗ സംരക്ഷണ സെൽ, വിവിധ കമ്മിറ്റികൾ അവയുടെ നിയമവ്യവസ്ഥകൾ നടപ്പാക്കാൻ ചുമതലപ്പെട്ട പൊതുപ്രവർത്തകന്റെ പ്രവർത്തനവും വിലയിരുത്തണം എന്ന് മാത്രമല്ല, സർക്കാരിതര സംഘടന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും അവർക്ക് വേണ്ട സാമ്പത്തികവും മറ്റു സൗകര്യങ്ങളും അവരുടെ സംഘടനകളുടെ പ്രവർത്തനത്തിനും വർക്ക്ഷോപ്പുകൾ രൂപീകരിക്കുന്നതിനും നൽകുകയും വേണം എന്നാണ് അവിടെ പറഞ്ഞത്. SC/ST ആക്ട് ഒരാൾക്ക് കയ്യും വീശി വന്ന് പഠിപ്പിക്കാമെന്ന് പറഞ്ഞത്. SC/ST ആക്ട് പഠിപ്പിക്കണമെങ്കിൽ IPC-യെക്കുറിച്ചും CRPC-യെക്കുറിച്ചും മിനിമം ജ്ഞാനം ഉണ്ടായിരിക്കണം. അഗാധമായ ജ്ഞാനം ഉണ്ടായിരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, മിനിമം നോളജ് ഉണ്ടായിരിക്കണം. ഇല്ലാതെ ആ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ കേരളത്തിൽ എത്രയോ പേരുണ്ട്, എന്താ SC/ST ആക്ട് ഏതെങ്കിലും ഒരു പട്ടികജാതി സംഘടനയുടെ അജണ്ടയിൽപ്പെടുത്തി പഠിപ്പിച്ചു കൊടുക്കാത്ത എന്താ? ഇവിടെ എല്ലാ സംഘടനകൾക്കും അജണ്ടകളുണ്ട്. അങ്ങനെ കേരളം രൂപീകരിച്ചതിന് ശേഷം ഇന്നുവരെ പ്രവർത്തിക്കുന്ന SC/ST സംഘടനയുടെ ഏത് സംഘടന മുഖ്യ അജണ്ടയാണ് SC/ST ആക്ട് പഠിപ്പിക്കുന്നത്? ഇല്ലല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ ആ സംഘടന ഏതാണെന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഞാനങ്ങ് പറഞ്ഞതാണ്, ഏതെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. സർക്കാരിതര സംഘടന പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനും അവർക്ക് വേണ്ട സാമ്പത്തികവും മറ്റു സൗകര്യങ്ങളും അവരുടെ സംഘടനയുടെ പ്രവർത്തനത്തിനും ശില്പശാലകൾക്ക് നൽകുകയും വേണം. അടുത്തത്, നിയമത്തിലെ 4A അധ്യായത്തിലെ വ്യവസ്ഥകൾ പ്രകാരം തിരിച്ചറിയപ്പെട്ട സ്ഥലത്തെ ഇരകൾ ആക്കപ്പെട്ടവരുടെ ആശ്രിതരുടെയും അവകാശങ്ങളും നടപ്പാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടപ്പാക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യണം. അപ്പോൾ നമ്മൾ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. 10 മണി വരെയാണ് നമ്മൾ ചർച്ചയും ക്ലാസ്സും പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ 10:15. നാളെ കേസ് കാക്കനാടാണ്, അതുകൊണ്ട് കുറച്ച് നേരത്തെ പോകണം. ഓക്കെ. മാത്രമല്ല നാളത്തെ കേസിൻ്റെ കാര്യങ്ങളൂടെ നോക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ക്ലാസ് നിർത്തുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വാട്സപ്പിൽ ഇട്ടാൽ കൊള്ളാം. ഓക്കെ. ജയ് ഭീം.